പൊതുജനത്തെ കഴുതകളാക്കിക്കൊണ്ട് എക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പ്രേക്ഷകർ സിനിമ കൊട്ടായി പോയി കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞാലും പുറത്തു വരരുത്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ജനത്തിന് അറിയണം. ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. 150 രൂപ കൊടുത്തിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകന് അതിൻ്റെ ക്ലൈമാക്സ് എന്താണ്, ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കഥാപുസ്തകം തരിക, ഞങ്ങൾ അവിടെ ഇരുന്ന് കഥ വായിച്ച് ഞങ്ങൾ മനസ്സിലാക്കാം. മ്ലാത്തി എന്തിനാണ് ഈ ഒരു കൂടോത്രം ചെയ്ത് കുറേ പട്ടികളെയും വളർത്തി അവിടെ ജീവിക്കുന്നത്? ആരാണ് നമ്മുടെ വിനീതിൻ്റെ കഥാപാത്രത്തെ കൊല്ലിച്ചത്? ഈ വിനീത് തന്നെ ഈ പട്ടികൾ വരുന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഓടി പുറത്ത് വരികയും ബൈനോക്കുലർ വെച്ചിട്ട് സകല സ്ഥലത്തേക്കും വീക്ഷിക്കുകയും ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ പട്ടി പിന്നീ കൂടെ വന്നിട്ട് ഈ വിനീതനെ തട്ടി കൊക്കയിൽ തടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാതോർമ്മയും ഇത്രയും സൂക്ഷ്മതയുള്ള ഒരു വ്യക്തി ഈ പട്ടികൾ പിന്നാലെ വന്ന് കുത്തി മറിച്ചിടുന്നത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ മണ്ടത്തരം. ഈ നായകനും കുര്യച്ചനും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഈ കുര്യച്ചൻ്റെ മകനാണോ ഈ നായകൻ? എന്തിനാണ് ഈ നായകൻ ഓരോരുത്തരെ കൊല്ലുന്നുണ്ട്? 2 പോലീസുകാരെ കൊല്ലുന്നുണ്ട്. എന്തിനാണ് ആ പോലീസുകാരെ കൊല്ലുന്നത്? നരനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ബ്രേക്ക് അയച്ചു വിടുന്നുണ്ട്. അവിടെ നിന്ന് നരൻ രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നരനെയും അദ്ദേഹത്തിൻ്റെ സഹായിയെയും എന്തുകൊണ്ട് കൊല്ലുന്നില്ല? അദ്ദേഹത്തിനെ ഒന്നും പടം കഴിയുന്നവരെ കൊല്ലുന്നില്ല. ഈ കുര്യച്ചൻ അന്വേഷിച്ച് നടക്കുന്നത് എന്തിന്? മാത്തൻ നമ്മുടെ വിനീതിൻ്റെ കഥാപാത്രം അദ്ദേഹം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പട്ടികൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. മലയത്തി മ്ലാത്തി ആയിട്ട് നമ്മുടെ കുര്യച്ചനായിട്ടുള്ള ബന്ധം എവിടെയാണ്? കുര്യച്ചൻ വർഷങ്ങളോളം കാണാതായിട്ടുണ്ട്. ഈ കുര്യച്ചൻ ഏതെങ്കിലും ഗുഹയിൽ ഇരിക്കുന്നുണ്ടോ, ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചത്. ജനങ്ങളെ മണ്ടന്മാരാക്കുക, ഊമ്പന്മാരാക്കുക, ഞങ്ങളുടെ കയ്യിലെ കാശ് തട്ടിയെടുക്കുക, എന്നിട്ട് പറയാം ഇത് കുന്നോളം വലിയ സിനിമയാണ്, ഒരു ക്ലാസ് സിനിമയാണ്, ബാക്കി കഥ ജനങ്ങൾ എഴുതി ഉണ്ടാക്കിക്കോട്ടെ എന്ന്. ഇതിൻ്റെ സംവിധായകൻ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിതിനു മുമ്പ് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു, അതെങ്ങനെ തട്ടിമുട്ടി ജയിച്ചു. അതേപോലെ തന്നെ ആൾക്കാരെ പറ്റിച്ചും ആണ് ഈ പടം നിങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് 150 രൂപ കൊടുത്ത് നിങ്ങളുടെ ഈ കഥ ചിന്തിച്ച് നടക്കാനായിട്ട് നേരില്ല. എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഈ കാണാത്തവരുണ്ടെങ്കിൽ ഈ പടം കയറി കാണല്ലേ. ഇതൊരു പ്രാന്തൻ പടമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രാന്തൻ പടം. നിങ്ങളാ കാശിന് താറാമുട്ട മേടിച്ച് കഴിക്കൂ.